നമസ്കാരം സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? രാവിലെ പങ്കിയുടെ റൂമിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. മഴയാണ്. അപ്പോൾ മഴയെ നനഞ്ഞ് ഞങ്ങൾ പോവുക. മഴയായാലും ഇവരുടെ നിർബന്ധത്തിനാണ് നമ്മൾ ഇവിടോട്ട് വരുന്നത്. ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് അങ്ങോട്ട് പോകാൻ രണ്ടെണ്ണം കൂടെ ഇറങ്ങി നിന്നുകൊണ്ടങ്ങ് വിളിക്കും. പങ്കിയുടെ സ്വാറിയല്ല പണ്ടത്തെ. അവൾ പോകാനായിട്ട് അങ്ങ് തുള്ളി നിന്നുകൊണ്ടങ്ങ് വിളിക്കും. മഴയാണ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ നനഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഇറങ്ങി നിന്ന് നമ്മളെ വിളിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ രാത്രി വന്നത്. അല്ലെങ്കിൽ മഴയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് കുണി പോക്ക് നോക്ക്, രണ്ടെണ്ണവും കൂടെ. മഴയോ വെയിലൊന്നും അവർക്ക് വിഷയമില്ല. വൈകിട്ടും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് വരണം. അതാ അവരുടെ ഇപ്പോൾ ശീലമായി. അങ്ങനെ ചാറ്റമഴ നടക്കുക. എന്നാലും അവർക്കതൊന്നും വിഷയമല്ല. മഴയായാലും വെയിലായാലും അവരെ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പങ്കി ആ സൈഡിലോട്ട് എന്നും പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി പോകത്തുള്ളൂ. ടൈഗർ ഇന്ന് അവൾ വരാതെ വരത്തില്ലെന്നും പറഞ്ഞിരിക്കുക കേട്ടോ. ഇന്നലെ ആരൊക്കെ ആ പഞ്ചായത്ത് വന്നെന്നുള്ള എൻ്റെ മണമൊക്കെ പിടിച്ച് അവൻ സ്കാനിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വിളിക്കുന്നുണ്ട്, സിദ്ധുമോൻ തട്ടി പറയുന്നുണ്ട് പോടാന്ന്. അവൻ പറയുന്നില്ല, ചേച്ചി വന്നിട്ട് ഞാൻ വരുത്തോളം എന്നാണ് പറയുന്നത്. അവൻ ചേച്ചി വരാതെ വരത്തില്ല. പങ്കി ചേച്ചി വന്നിട്ട് ഇന്ന് ഞാൻ വരുത്തോളെന്നും പറഞ്ഞ് അവൻ നോക്കി നിൽക്കുക അവിടെ വരവും കാത്ത്. അവൾ വരുന്നുണ്ട് നോക്ക്. ഇന്നവൻ നിർബന്ധം പിടിച്ച് നിൽക്കുക അവൾ വരുന്നിട്ട് അവിടെ കൂടെ വരുത്തോളെന്നും പറയും. ചാടി പിടിക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ഇയാളിവിടെ ഇങ്ങനെ പുലി പതുങ്ങുന്ന പോലെ പതുങ്ങി ഇങ്ങനെ നിൽക്കുക. അവളെ കാണുമ്പോൾ ചാടി പിടിക്കാൻ. സിദ്ധുമോൻ തട്ടി ഇങ്ങോട്ട് ഓടിക്കാൻ നോക്കുന്നുണ്ട്. അവനങ്ങ് ഓടുക അവിടെ അടുക്കലോട്ട്. ചേച്ചി ചാടി പിടിക്കാൻ പോയി. കടിയൊക്കെ ഇടയ്ക്ക് കിട്ടിയാലും ഭയങ്കര സ്നേഹമാണ് ചേച്ചിയോട് കേട്ടോ. ടൈഗറിനെ ഞാൻ ദേഷിച്ച് വിളിച്ച് പാടാമെന്ന് പറഞ്ഞു. പങ്കി എനിക്കറിയാം ഇനി ഒരു റൗണ്ട് കൂടെ ഒക്കെ കറങ്ങിയിട്ട് വരുത്തോളെന്ന്. അങ്ങനെ ടൈഗറിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്ത് പറയുന്നു? 2-3 ദിവസമായിട്ട് മഴയാണ്. ഇവിടെ രാത്രി മൊത്തം മഴയായിരുന്നു, രാവിലെ മഴയാണ്. 2 ദിവസം മഴ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. മഴ പെയ്യട്ടെ, വെള്ളം വേണം നമുക്ക് അത്യാവശ്യം. കുടിവെള്ളം വേണം. കറണ്ട് കട്ടൊക്കെ വരില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളം ആവശ്യമാണ്. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പുറത്തോട്ട് പോകാനും പണിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. രാത്രി പെയ്താൽ കുഴപ്പമില്ല, പകൽ പെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും സഹിക്കേണ്ടി വരും. ടൈഗർ ഇന്ന് വീട്ടിലോട്ട് പോകാൻ ഒരു ഉത്സാഹം കാണിക്കുന്നില്ല. മറ്റേത് രാവിലെ വീട്ടിൽ പോകാൻ ഉത്സാഹം കാണിക്കുന്നവനാ, പാല് കുടിച്ചോളാഞ്ഞ് വയ്യാതെ. ഇന്നൊരു ഉത്സാഹമില്ല. ഇന്ന് ഇവിടെ നടന്ന് കറങ്ങിയാൽ മതി. അവൻ ചാറ്റമഴയൊക്കെ നനയുന്ന നല്ല ഒരു രസം പോലെ തോന്നുന്നു. വെള്ളത്തിൽ ചാടാനുള്ള വകുപ്പ് നോക്കുക അവന്. മീൻ പിടിക്കാൻ, മീൻപിടുത്തക്കാരനാണ്. മണം പിടിക്കുന്ന നോക്ക്. ഈ മഴയായിട്ടും ഇന്നലെ എങ്ങാണ്ട് അതിലേക്കൂടെ പട്ടിയതോ വെളുപ്പിനെ എങ്ങാണ്ടും പോയാന്നൊന്നും അറിയത്തില്ല, പോയതിൻ്റെ മണമായി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കുക. പള്ളു പറഞ്ഞ് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. കാരണം ഒന്നാമത് മഴയായിട്ട് അലമ്പായി കിടക്കുക. പിന്നെ ഈ നനഞ്ഞ ദേഹമായിട്ട് വന്ന് റൂമിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാം പിന്നെ നാശമാകും. അവനതിനകത്ത് ഇറങ്ങാനുള്ള ശ്രമം നടത്തുക. ഞാൻ അവനെ പള്ളു പറഞ്ഞ് ഓടിക്കുക. വഴക്ക് പറഞ്ഞിട്ടും അവനൊരു ഇതുമില്ല. അവനവിടെ തന്നെ നിൽക്കുക. മഴ, ചാറ്റമഴയുണ്ട്. എന്നാലും പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാതെ അവിടെ നിൽക്കുക. ഇന്നൊരു ഉത്സാഹമില്ല. മറ്റേത് പാല് കുടിക്കാനായിട്ട് അങ്ങ് ഓടി അങ്ങ് വീട്ടിൽ പോകുന്നവനാണ്. ഇന്നലെ ചിക്കനൊക്കെ കഴിച്ച് ദഹിച്ച് കാണത്തില്ല, അതായിരിക്കും. ഇന്ന് മഴ പെയ്തുകൂടെയൊക്കെ വെള്ളം നിറഞ്ഞു. പങ്കിയും കൂടെ ഉണ്ട്, പുറകിനുണ്ട്. മഴയായതിന് വലിയ കറക്കത്തിന് പോകത്തില്ല പങ്കി. നനയാൻ അവൾക്ക് വെള്ളം അലർജി അല്ലേ. അതുകൊണ്ട് കണ്ട് 2 പേരും കൂടെ വന്നിട്ടുണ്ട്. 2 പേരും കൂടെ നേരെ വീട്ടിലോട്ടാണ്. പങ്കി നേരെ അങ്ങ് കയറിപ്പോവും. മഴയായതുകൊണ്ട് അവൾക്ക് വെള്ളം അലർജി ആയതുകൊണ്ട് അവളങ്ങ് കയറും കേട്ടോ. കറക്കമൊക്കെ കഴിഞ്ഞ് പങ്കി ആണ്ട് ടൈഗറിനേക്കാളും മുമ്പിന് പങ്കി അങ്ങ് ഓടിപ്പോവുക റൂമിലോട്ട്. അവളങ്ങ് കയറി. ഞാൻ ഇനി ഒന്നിനുമില്ല, ഇനി എന്നെ പുറത്തോട്ട് വിളിച്ചേക്കരുതെന്നാണ് അവൾ പറയുന്നത്. അവളങ്ങ് കയറി. മഴയല്ലേ, അതുകൊണ്ട് അവൾ ഡീസൻ്റായിട്ട് വന്നങ്ങ് കയറിയിട്ടുണ്ട്. പങ്കിയുടെ ദേഹം മൊത്തം കണ്ട പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതിന് ഞാൻ മറ്റേ ചൊറിഞ്ഞു കൊട്ടിരിക്കുന്നതിന് സ്പ്രേ അടിച്ച് വെച്ചേക്കുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരെ വിശേഷങ്ങളുമായിട്ട് വരാം. ഓക്കെ, ബൈ.